الله الرحمن الرحيم الله نور السماوات والأرض مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم الله نور السماوات والأرض അള്ളാഹു ആകുന്നത് ആകാശഭൂമികളുടെ വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ ഐ മുനവ്വിറുഹുമാൻ. വേറെ വേറെ അർത്ഥങ്ങളെല്ലാം ഉണ്ടാവും. ഖുർആനല്ലേ വിശാലമായ അർത്ഥങ്ങൾ. നൂർ സൂറത്തു നൂർ അല്ലേ, അതാ നൂറിനെ പറ്റി പറയും. അള്ളാഹു നൂറുസ്സമാവാത്തി വൽ അർദ്, അതുകൊണ്ട് ബഹറുൽ മദീദ്. അള്ളാഹു ആകാശഭൂമികളുടെ വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ ഐ മുനവ്വിറുഹുമ, അത് രണ്ടിനെയും അവൻ വെളിച്ചമാക്കുന്നവനാണ്. ബിശംസി വൽ ഖമർ, ആർത്താണ് കൂടെ കൊടുത്തത്. ഷംസ് കൊണ്ടും ഖമർ കൊണ്ടും, സൂര്യനെ കൊണ്ടും ചന്ദ്രനെ കൊണ്ടും വെളിച്ചമാക്കുന്നവനാണ്. ആകാശഭൂമികളിൽ ഷംസ് കൊണ്ടും ഖമർ കൊണ്ടും നുജൂമ് കൊണ്ടും കൗക്കബുകളെ കൊണ്ടും വെളിച്ചം സൃഷ്ടിക്കുന്നവനാണ് അള്ളാഹു. ആകാശങ്ങളിൽ ഷംസ്, ഖമർ, നക്ഷത്രങ്ങൾ, ഭൂമികളിൽ വെളിച്ചങ്ങൾ, അംബിയ, ഉലമാ, സ്വാലിഹീങ്ങളെ കൊണ്ടും വെളിച്ചമാണ്. വെളിച്ചം, പ്രകാശം, നൂർ അല്ലേ. ആ വെളിച്ചമുണ്ടെങ്കിൽ മറ്റുള്ളതിനെ കാണാൻ പറ്റും. അതിലൂടെ വെളിച്ചം സൃഷ്ടിക്കുന്നവനാരാണ്? അള്ളാഹുവാണ്. ആകാശങ്ങളിൽ വെളിച്ചം, സൂര്യനെ കൊണ്ട്, ചന്ദ്രനെ കൊണ്ട്, നക്ഷത്രങ്ങളെ കൊണ്ട്, മലായിക്കത്തിനെ കൊണ്ട് വെളിച്ചം, ഭൂമിയിൽ വിളക്കുകളെ കൊണ്ടു, അതുപോലെ അംബിയാവിനെ കൊണ്ട് വെളിച്ചം, ഉലമാവിനെ കൊണ്ട് വെളിച്ചം, സ്വാലിഹീങ്ങളെ കൊണ്ടുള്ള വെളിച്ചം, നേരായ വഴി, നല്ല വഴി കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആകാശഭൂമികളിൽ വെളിച്ചത്തെ സൃഷ്ടിക്കുന്നവനാണ് അള്ളാഹു. വെളിച്ചം വേണമെങ്കിൽ ആരോട് തന്നെ ചോദിക്കണം? അള്ളാഹുവിനോട് തന്നെ ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരുന്നുണ്ട്, എപ്പോൾ അങ്ങനെ ദ്വാർക്കണം. അല്ലാഹുമ്മ ജഅൽ ഫീ സമഇ നൂറ വഫീ ബസരി നൂറ. വെളിച്ചമില്ലെങ്കിൽ എന്തില്ല. യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അള്ളാഹു എന്താക്കും? ആളുകളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെടുവിക്കും. അള്ളാഹു ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആളുകളെ എത്തിക്കും. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ എന്നുണ്ടല്ലോ. അവനുദ്ദേശിച്ച ആളുകളെ അള്ളാഹു അവന്റെ വെളിച്ചത്തിലേക്ക്. അപ്പൊ വെളിച്ചം കിട്ടാത്തവൻ ഇരുട്ടിൽ മുങ്ങും, നശിച്ചു പോകും. അപ്പൊ അതാണ് ആവശ്യം. അറിഞ്ഞ അള്ളാഹു നൂറുസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളിൽ വെളിച്ചം സൃഷ്ടിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അല്ലെങ്കിൽ ആകാശഭൂമികളുടെ ആളുകൾക്ക് വെളിച്ചം നൽകുന്നവനാണ് അള്ളാഹു. നന്മയുടെ വെളിച്ചം. വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുക്കൾ അതെങ്ങനെയാണോ ഉള്ളത് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥ അല്ലെ. ചിമ്മാണെങ്കിൽ വസ്തുക്കളുടെ യാഥാർത്ഥ്യം മനസ്സിലാകുന്നില്ലല്ലേ. വസ്തുക്കളുടെ യാഥാർത്ഥ്യം അറിയാനുള്ള ഒരു ഒന്നാണ് ഏത്? വെളിച്ചം. അത് ചിലപ്പോൾ ഹിസ്സിയായതായിരിക്കും, നേർക്ക് നേർക്ക് കാണുന്ന, അല്ലെ മഅനവിയത്ത്. കാണാത്ത വെളിച്ചം കൂടെ ഉദ്ദേശിക്കുന്നത് മഅനവിയാണ്, ഹൃദയത്തിലുള്ള വെളിച്ചം. അത് കാണുക അവിടെ. കാരണം ഖുർആൻ ശേഷം പറയുന്നു, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അവൻ ഉദ്ദേശിച്ചവരെ അവന്റെ വെളിച്ചത്തിലേക്ക് അവൻ നേർവഴിയാക്കും എന്ന് പറയും. അതേത് വെളിച്ചം? കാണാത്ത വെളിച്ചമാണ്, മഅനവിയാണ്. നൂറുൽ ഇസ്ലാം എന്ന് പറയും. നൂറുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ വെളിച്ചം. നൂറുൽ ഈമാൻ എന്ന് പറഞ്ഞു, ഈമാനിന്റെ വെളിച്ചം അല്ലെ. നൂറുൽ ഇഹ്സാൻ എന്ന് പറയും, ഇഹ്സാനിന്റെ വെളിച്ചം. കണ്ട, ഇസ്ലാമിന്റെ വെളിച്ചം വേണം, ഈമാനിന്റെ വെളിച്ചം വേണം, ഇഹ്സാനിന്റെ വെളിച്ചം വേണം. ഇസ്ലാമിന്റെ വെളിച്ചം നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിനോട് തുല്യമാണ്. ഈമാനിന്റെ വെളിച്ചം ഖമറിന്റെ, ചന്ദ്രന്റെ വെളിച്ചത്തോട് തുല്യമാണ്. മൂന്നാമത്തത് നൂറു ഷംസ്, ഏത്? സൂര്യന്റെ വെളിച്ചം. അതാണ് ഭയങ്കര വെളിച്ചം. ഏത്? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര, അത് പെർഫെക്റ്റ് ആയി അവിടെ എത്തുമ്പോൾ. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ ഉണ്ടെങ്കിലേ ആദ്യത്തെ രണ്ടും പെർഫെക്റ്റ് ആവും. സൂര്യനെ പോലെയായി ഇത്. അതുകൊണ്ടാണ് സുഫിയത്ത് പറയും നുജൂമുൽ ഇസ്ലാം, ഖമറുൽ ഈമാൻ, ഷംസുൽ ഇർഫാൻ, അങ്ങനെയെല്ലാം പറയും. അപ്പൊ അല്ലാഹു നൂറുസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളിൽ അല്ലെങ്കിൽ ആകാശഭൂമിയുടെ ആളുകൾക്ക് വെളിച്ചം കൊടുക്കുന്നവനാണ് അള്ളാഹു. മസലു നൂരിഹി, അവന്റെ വെളിച്ചത്തിന്റെ ഇൽമിനെ പറ്റിയും പറഞ്ഞത് അങ്ങനല്ലേ. നൂറുൻ യഖ്ദിഫുഹുല്ലാഹു ഫീ ഖൽബി അബ്ദി. കേട്ടന ഉള്ളാൽ തങ്ങൾ സാധാരണ ചൊന്നുകൊണ്ട് ഏത് സദസ്സിൽ പോയാൽ എന്താണ് ഇൽമ്? ഇൽമു ചൊന്നെങ്കിൽ എന്തേ ഇവരെ പഠിക്കലേ ഓതുര അതൊന്നും അല്ല. ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു അടിമയുടെ കൽബിൽ ഇട്ട് കൊടുക്കുന്ന പ്രകാശം, വെളിച്ചം. ആ ഇൽമു കിട്ടിയെങ്കിൽ അവൻ നന്നാവും, നല്ല ആളാവും, ഇസ്തിഖാമത്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഇബ്ലീസാവും. കണ്ട,
അപ്പൊ മസലു നൂരിഹി ഐ സിഫത്തുഹു ഫി ഖൽബിൽ മുഅ്മിനി. അപ്പൊ ഇൽമു കിട്ടിയില്ല അവനവൻ അന്തജാക്കോടും ഇൽമു പഠിച്ചിട്ടാകുമ്പോ അങ്ങനെ പഠിച്ച് പോകുമ്പോ കൽബിൽ വെളിച്ചം കിട്ടിന നേരായ ആളായിടാ നല്ല ആളായിടാന്നാണ്. വക്ര തേറിലുള്ള നല്ല തേറിലുള്ള അവനവനിಗೆ തീരുമാനാക്കുവാടും. അപ്പൊ മസലു നൂരിഹി അതിന്റെ വെളിച്ചത്തിന്റെ ഉദാഹരണം ഐ സിഫത്തുഹു ഫി ഖൽബിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കൽബിൽ അള്ളാഹുവിന്റെ ഈ വെളിച്ചത്തിന്റെ ഉദാഹരണം എങ്ങനെയാണ്? മിഷ്കാത്ത് പോലെയാണ്. മിഷ്കാത്ത് എന്ന് പറഞ്ഞ ഒരു പൊത്ത് പോലെയാണ്. എങ്ങനത്തെ പൊത്തു? അതിലുണ്ട് മിസ്ബാഹുൻ വെളിച്ചമുണ്ട്, വിളക്കുണ്ട്. പൊത്ത് കണ്ടു നിങ്ങൾ പണ്ടത്തെ ഔത്തലെല്ലാം തല്ലല്ല ഒരു പൊത്താക്കിട്ടിക്കുവാ അവിടെ ചിമിനി വെക്കടെ. മിഷ്കാത്ത് പോലെയാണ്, പൊത്തു പോലെയാണ്. അതിലെന്തുണ്ട്? വെളിച്ചമുണ്ട്. പിന്നെ അൽ മിസ്ബാഹു ഈ വെളിച്ചം ഫി സുജാജത്തിൻ ഒരു കുപ്പിയിലാണ്, കുപ്പിയിലാണ്. ഹിയ അൽ ഖിന്ദീലു അതെന്താണ്? കെട്ടിത്തൂക്കപ്പെട്ട വിളക്കിനാണ് എന്ത് പറയുന്നത്? ഖിന്ദീൽ. പിന്നെ എന്ത് പറഞ്ഞേ? വൽ മിസ്ബാഹു മിസ്ബാഹ് എന്ന് പറഞ്ഞാൽ അസ്സിറാജ് വിളക്കാണ് എന്ന് പറഞ്ഞാൽ അൽ ഫതീലത്തുൽ മൗഖൂദത്തു കത്തിക്കപ്പെട്ട തിരിയാണ്. കത്തിക്കപ്പെട്ട തിരി, ആ തിരി ഒരു കുപ്പി അല്ലെങ്കിൽ ഒരു കിണ്ടിയുടെ ഉള്ളിലാണുള്ളത്. അതൊരു പൊത്തിൽ കൊണ്ടുപോയിട്ട് വെച്ച് അതുപോലെയാണ്. വൽ മിഷ്കാത്തു മിഷ്കാത്ത് എന്ന് പറഞ്ഞാൽ അത്വാഖത്തു ഗൈറുൻ നാഫിദത്തി. അത്വാഖത്തു എന്താണ്? അജ്മഉൽ നൂർ എന്ത് പറഞ്ഞേ? മിഷ്കാത്ത് അല്ലേ? അത്വാഖത്തു ഗൈറുൻ നാഫിദത്തി ഓപ്പൺ ഇല്ലാത്ത, ഓപ്പൺ ഇല്ലാത്ത, നഫദ തുറക്കാത്ത എന്താണ്? ഒരു പൊത്താണ്, ഓട്ടെ. അയൽ ഉംബൂബത്തു ഫിൽ ഖിന്ദീൽ ഖിന്ദീലിലുള്ള ഒരു പൈപ്പാണ്. അപ്പൊ ഇതായത് ഓപ്പണിൽ ഇങ്ങനെ വെച്ചതല്ല, ഒരു പൊത്തു കിണ്ടി, അതിൻ്റെ ഉള്ളിൽ എന്ത് ഈ പറഞ്ഞ തിരി, അത് ബന്ധിൽ ഇങ്ങനെ വെച്ചു. ഒരു ഗ്ലാസ്, ഗ്ലാസിന്റെ പുറത്തുണ്ടാവുമ്പോ ഉള്ള പ്രകാശത്തെക്കാൾ ഗ്ലാസ് വെച്ചിട്ടാമല്ല അതിന്റെ വെളിച്ചം വേണ്ടി സ്പ്രെഡാണ്. അതുപോലെയാണ് അസ്സുജാജത്തു ഈ കുപ്പി, സുജാജ കഅന്നഹാ കൗകബുൻ ദുർരിയുൻ അത് തിളങ്ങുന്ന നക്ഷത്രം പോലെയുണ്ട് എന്ന് പറഞ്ഞാൽ കുപ്പി എന്ന് പറഞ്ഞാൽ അതിലുള്ള വെളിച്ചം, വന്നൂറു ഫീഹ അതിലുള്ള വെളിച്ചം, ഐ മുളിയുൻ തിളങ്ങുന്ന നക്ഷത്രം പോലെയാണ്. ദുർരിയുൻ ബികസ്രി ദാലി വലമ്യ ദു മിനദ്ദർഇ അല ബിമഅന ദഫ്ഇ ദഫ്ഇന്റെ മാനക്കാണ് തടുക്കുക എന്നർത്ഥം. എന്തത്? ലിദഫ്ഇഹാ അൽദലാമ ഇരുട്ടുകളെ അത് തടുക്കുന്നു. വബിലമ്മിഹാ വതശ്ദീദിൽ ബായി ദുർരി മൻസൂബിനൽ അങ്ങനെ ആകുമ്പോൾ ദിർരി എന്നാകുമ്പോൾ അർത്ഥം വേറെ. ഇപ്പൊ ദുർരി എന്ന് പറയുമ്പോൾ ദുർറിലേക്ക് ചേർക്കപ്പെട്ടതാണ് മുത്ത്. അൽ ലുഉ മുത്താണ്. അതാ തൂക്കതു അൽ മിസ്ബാഹു. പിന്നെ അങ്ങനെയുള്ള തവക്കതാന്നുണ്ട്, അതൊരു ഖിറാഅത്ത്. തവക്കദ അൽ മിസ്ബാഹു ബിൽ മാദി കൊണ്ട് വായിക്കണം. അപ്പൊ മിസ്ബാഹ് കത്തുന്നു. വഫീ ഖിറാഅത്തിൻ ബിമുദാരിഇൻ അപ്പൊ എങ്ങനെ? തൂക്കതു അല്ലെ? ഊഖിദ്. പിന്നെ എന്തിനാ അതിന്റെ ബിമുദാരിഇ ഔഖദ, ഔഖദന്റെ മുദാരിയാണ്. മബ്നിയൻ ലിൽ മഫ്ഊലി ബിത്തഹ്താനിയ മഫ്ഊൽ കൊണ്ട് എടുക്കപ്പെട്ടതാണ്. തഹ്താനിയ എങ്ങനെയുള്ളപ്പാ? യൂഖദു. വഫീ ഉഖ്റ മറ്റൊരു ഖിറാഅത്തിലുണ്ട് തൂഖദു ബിൽ ഫൗഖാനി അസ്സുജാജത്തു ഇതിനെ കത്തിക്കപ്പെടും. മിൻ ഷജറത്തിൻ മുബാറക്കത്തിൻ ബറക്കത്താക്കപ്പെട്ട ഒരു മരത്തിൽ നിന്ന്, മരത്തിന്റെ എണ്ണയിൽ നിന്ന്. സൈത്ത് എണ്ണ, സൈത്തൂനത്തായ മരം, സൈത്തൂൻ മരത്തിന്റെ എണ്ണ അല്ലെ? ലാ ശർഖിയത്തിൻ വലാ ഗർബിയത്തിൻ അതെന്തല്ല? ശർഖിയത്തുമല്ല, ഈസ്റ്റുള്ളതല്ല, ഗർബിയിൽ ഉള്ളതുമല്ല, വെസ്റ്റിലുള്ളതുമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിലുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഷാമാണ്. ഷാം അതായത് ഇവ എന്ത് പറഞ്ഞ ഫൈന സൈത്തൂനഹു അജ്വദു സൈത്തൂന ഏറ്റവും നല്ല സൈത്തൂനാണ് ഇവിടെ ഷാമിലുള്ളത്, സിറിയ. അപ്പൊ പൂർണ്ണമായും ഷർക്കിലുള്ളതുമല്ല, ഗർബിലുള്ളത് അതല്ലാത്ത നല്ല മരത്തിൽ നിന്ന്, മരത്തിന്റെ എണ്ണയിൽ നിന്ന് കത്തിക്കപ്പെടുന്ന ഈ നല്ല വെളിച്ചം പോലെയാണ്. ഒരു ഉദാഹരണം കൊടുക്കുന്നു. പിന്നെ അപ്പൊ അതെന്നും തിളങ്ങിക്കൊണ്ടേയിരിക്കുന്ന അർത്ഥം. ഫലാ യതമക്കനു മിൻഹാ ഹർറുൻ വലാ ബർദുൻ പിന്നെ അതിൽ നിന്ന് ചൂടോ തണുപ്പോ സൗകര്യമാവില്ല. പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടാക്കുന്ന ഭയങ്കര ചൂടും അല്ല, ഭയങ്കര തണുപ്പും അല്ല. പിന്നെ യകാദു സൈതുഹാ യുളിയു അതിന്റെ എണ്ണ തന്നെ പ്രകാശിക്കാൻ ഇങ്ങനെ അടുത്താവുന്നു. അതിന്റെ മുബാലക അത് എണ്ണമേ കത്തിയ പോലെയുണ്ട്. വലൗലം തംസ സൂനാർ അതിനെ തീ തൊട്ടില്ലെങ്കിലും എണ്ണമേ കത്തും പോലെയുണ്ട്. എന്തേ? ലി സഫാഇ അതത്രയും തെളിഞ്ഞതിനു വേണ്ടി. നൂറുൻ അലാ നൂർ വെളിച്ചമാണ്, സൈത്ത് കൊണ്ട് വല്ലാത്ത വെളിച്ചമാണ്. അലാ നൂറിൻ നൂറിനേക്കാൾ വലിയ വെളിച്ചം അല്ലെ?
എന്ന് പറഞ്ഞാൽ ഈ സൈത്തന്നെ വെളിച്ചം. മറ്റൊരു നൂറുണ്ട് അവിടെ, മിസ്ബാഹ് കത്തുന്ന വിളക്കുണ്ടല്ലേ, ആ വിളക്കിന്റെ മേലിലുള്ള വിളക്കാണ്. വേറെ വേറെ തഫ്സീറെല്ലാം ഉണ്ട്. ഇവിടെ ഒരു തഫ്സീർ അങ്ങനെ പറഞ്ഞു, നൂറുൻ അലാ നൂർ, നൂറുൻ ബിഹി, സൈത്ത് കൊണ്ട് വെളിച്ചമാണ്, അലാ നൂരിൻ ബിന്നാരി, എന്തുകൊണ്ടുള്ള വെളിച്ചത്തിനേക്കാൾ, തീ കൊണ്ടുള്ള, നൂറുല്ലാഹ്. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ വെളിച്ചത്തെയാണ് തശ്ബീഹാക്കിയത് അല്ലെ. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹുൻ അൽ മിസ്ബാഹു ഫീ സുജാജ ഫീ കഅന്നഹാ കൗകബുൻ ദുർരിയുൻ. കൗകബുൻ ദുർരിയുൻ എങ്ങനെയുള്ള ഖുർആനിൽ തവക്കദന്നല്ല, അതൊരു ഖിറാഅത്തല്ല. യുഖദു മിൻ ശജറത്തിൻ മുബാറകത്തിൻ, തീരെ പരിചയമില്ലാത്ത പലാക്കടല്ലേ ഖുർആൻ ഓതിട്ട്. സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ വലൗ ലം തംസസ്ഹു നാർ നൂറുൻ അലാ നൂർ. കണ്ട, നൂറുൻ, ഈ വിളക്കിന്റെ വെളിച്ചമുണ്ടല്ലേ, അത് തെളിഞ്ഞ സൈത്തിന്റെ വെളിച്ചത്തിനേക്കാൾ ഇരട്ടിക്കപ്പെട്ടതാണ്. ഇത് അള്ളാഹു ഒരു മുഅ്മിനിന്റെ ഖൽബിൽ ഇട്ടെടുക്കുന്ന വെളിച്ചത്തിന്റെ ഉദാഹരണമാണ്. മിസ്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വദറാണ്, നെഞ്ഞി. അറിഞ്ഞ വെളിച്ചം എന്ന് പറഞ്ഞത് ഈമാനിന്റെ പ്രകാശമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഇഹ്സാനിന്റെ വെളിച്ചമാണ്. സുജാജ എന്ന് പറഞ്ഞില്ല കുപ്പി, അത് ഖൽബാണ്, തെളിഞ്ഞ ഖൽബാണ്. അതുകൊണ്ടാണ് നല്ല മുത്തും പിന്നെ തിളങ്ങുന്ന നക്ഷത്രത്തോടെ തന്നെ തശ്ബീഹാക്കിയത്. സൈത്ത് എന്ന് പറഞ്ഞില്ല, അത് നാഫിഅ ഇൽമാണ്, യഖീനെ ഉറപ്പിക്കുന്ന, ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്ന നാഫിഅ ഇൽമാണ്. അതുകൊണ്ടാണ് തെളിഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ അത് ഒരാൾക്കുണ്ട് എങ്കിൽ അവന്റെ മേൽ ഹഖീഖത്തുകളുടെ വെളിച്ചങ്ങൾ വരും. കണ്ട എങ്ങനെയുണ്ട് തശ്ബീഹ് പറഞ്ഞു. അപ്പൊ നെഞ്ഞി, അതിന്റെ ഉള്ളിൽ നല്ല ഖൽബ്, അതിന്റെ ഉള്ളിൽ നല്ല വെളിച്ചം. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നൂറുൻ യഖ്ദിഫുല്ലാഹു ഫീ ഖൽബി അബ്ദി. യഥാർത്ഥ ഇൽമു എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു അടിമയുടെ ഖൽബിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്ന വെളിച്ചം. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അവന്റെ വെളിച്ചത്തിലേക്ക് അവൻ ഉദ്ദേശിച്ചവരെ അവൻ എന്താക്കും, നേർ. അപ്പൊ വെളിച്ചം ചോദിക്കേണ്ടത് ആരോട് തന്നെ? അങ്ങനെ ദ്വാർക്കണം, അല്ലാഹുമ്മ ജഅൽ ഫീ സമഇ നൂറാ വഫീ ബസരി നൂറാ വഫീ ലിസാനി നൂറാ വഫീ യമീനി നൂറാ അല്ലെ, വഫീ ശിമാലി നൂറാ, പിന്നെ വഅൻ അമാമി നൂറാ വഅൻ ഖൽഫി നൂറാ വമിൻ ഫൗഖി നൂറാ വമിൻ തഹ്തി നൂറാ, എല്ലാ പക്കം നൂറൻ വെളിച്ചം. എന്നിട്ട് വജഅൽനി നൂറൻ, എനിക്ക് നീ വെളിച്ചം തരണം. വജഅൽനി നൂറൻ, എന്നെ തന്നെ എന്താക്കണം നീ അങ്ങനെ ദ്വാർന്നോട്ട് വേണമെന്ന് പഠിച്ചിട്ട് അല്ലെ തലകെട്ട് കെട്ടിയിട്ട് കാര്യമില്ല. എന്താ വെളിച്ചമാകണം, നല്ല തിളങ്ങുന്ന പ്രകാശമാവണം, ആളുകൾക്ക് നിന്നെ കൊണ്ട് ഉപകാരമാക്കണം. കാര്യം പൈസ എടുത്തമയാവണം, പൈസക്കടല്ലാണ്ട് പൈസ ഓട്ടോമാറ്റിക് ബണ്ട്. നീ നല്ല വെളിച്ചമാകണം. അങ്ങനെ വെളിച്ചമാകുമ്പോൾ അതിൽ നിന്ന് കുറെ ആളുകൾക്ക് വെളിച്ചം കത്തിക്കാൻ കഴിയും. അതിനെ ദ്വാർക്കണം, എപ്പോ മറക്കണ്ട. എന്തേ പിന്നെ കമിഷ്കാത്തിൻ ഫീഹ, ഇതെപ്പോ ദ്വാർക്കും. ഇന്നലെ ഒരു ബുക്ക് വന്നല്ലേ, എന്ത് ഷാത്താന്റെ ഒരു ബുക്ക് ഉണ്ട്, 300 ചില്ലറ പേജുണ്ട്. അത് ടൈം കിട്ടുമ്പോൾ ഒന്ന് ഓതും. എന്തെന്ന് ആധുനിക ലോകത്തിന്റെ വിഷയം പറഞ്ഞ്, ശൈത്താനെ കൊണ്ട് നിറഞ്ഞ ലോകം, ശൈത്താൻ തന്നെ ഇന്ന് ഭരിക്കുന്നത്. എന്നെ നോക്കിയാൽ ബെടക്ക്, വ്യഭിചാരം, കള്ളുകൂടി, എന്തെല്ലാം ബെടക്കുണ്ട അതിനെ നല്ല മുന്തിയതായിട്ട് അവതരിപ്പിക്കുന്നതിന്. അത് ആക്യം മാത്രം പോർ. ഇത്തരത്തിൽ വലിയ നേതാക്കന്മാർ എല്ലാ പക്ക ശൈത്താൻ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. ലോകം തന്നെ വ്യഭിചാരശാലായി. ഫിത്ന, സോഷ്യൽ മീഡിയ എല്ലാം ബെടക്ക് ചെന്ന് ബെടക്ക്. പക്ഷെ അതിനെ നല്ലതായിട്ടാണ് യൂറോപ്പ് അവതരിപ്പിക്കുന്നത്. അത് ശൈത്താൻ ജയിച്ച കാലമാണ് ചൊന്നില്ല, കൂറത്തങ്ങ് ചൊന്നുകൊണ്ടിരുന്നപ്പം ഇത് ശൈത്താൻ ജയിച്ച കാലമാണ്. ആ ബുക്ക് ഒതുങ്ങൊത്താവും, ശൈത്താൻ ജയിച്ചതൊക്കെ അല്ലേ. അപ്പൊ അങ്ങനത്തെ കാലത്തിൽ ഈമാൻ ബച്ചാവണമെങ്കിൽ പഠിച്ചുകൊണ്ടിട്ട് ദ്വാർന്നോണ്ട് വേണം, അല്ലെങ്കിൽ പോയം സർവനാശാവും. 6 മൈലാരം ചൊന്നൊരു കാര്യമില്ല. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അവൻ ഉദ്ദേശിച്ചവരെ അവന്റെ വെളിച്ചത്തിലേക്ക് അള്ളാഹു ഹിദായത്താക്കും. അതാ. പിന്നെ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്, ജനങ്ങൾക്ക് ഈ ഉദാഹരണങ്ങളെ അള്ളാഹു വെച്ചു കൊടുക്കുന്നു, ഉണ്ടാക്കി കൊടുക്കുന്നു. എന്തിനു വേണ്ടി? അവർ മനസ്സിലാക്കാൻ വേണ്ടി. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ വസ്തുക്കളെ പറ്റിയും ശരിക്കും അറിയുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. കണ്ട, അപ്പൊ അള്ളാഹുവാണ് എല്ലാം ഉണ്ടാക്കുന്നത്, അവനോടാണ് എല്ലാം ചോദിക്കേണ്ടത്. ഹുവ മൂജിദുൽ അഷ്യാഇ വഹുവ വജൂദുഹാ വഅയ്നു ദവാത്തിൽ കുല്ലി വഹുവ ജവാമിഉ. അപ്പൊ ഈ പറഞ്ഞ സത്യം അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ അഹ്ലുൽ ഫനാഇനല്ലാതെ മനസ്സിലാവൂല. ഭയങ്കര ഉദാഹരണം നോക്കൂ. അള്ളാഹുവിന്റെ വെളിച്ചം, ലോകം മൊത്തം ഇരുട്ടാണെന്ന്. അൽ കൗനു കുല്ലുഹു അൽ കൗനു യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ എന്ന് പറഞ്ഞില്ലേ. അവൻ ഉദ്ദേശിച്ച അവന്റെ ഇഷ്ടദാസന്മാരെ അവൻ ഹിദായത്താക്കും, വെളിച്ചത്തിലേക്ക് എത്തണം. വെറും പേരിൽ മുസ്ലിമായിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ വെളിച്ചം, അവനെ കാണുക, അവൻ അറിയുക എന്ന വെളിച്ചം, അതിനേ വാല്യൂ ഉള്ളൂ. ഒരാൾക്ക് ഈ വെളിച്ചം കിട്ടിയില്ല എങ്കിൽ, അത് അവൻ അറിഞ്ഞില്ല എങ്കിൽ അവനിക്കൊരു പ്രത്യേകതയുമില്ല.
അവനൊരു സാധാരണ ആളായി മാറി. ലോകം മൊത്തം ഇരുട്ടാണ്, അതിനെ അള്ളാഹുവാണ് പ്രകാശിപ്പിക്കുന്നത്. പിന്നെ അള്ളാഹു നൂറു സമാവാത്തി വൽ അർദ്, നൂറു സമാവാത്തിൽ അർവാഹി ബിമുശാഹദതിഹി വനൂറു അർളിൻ നുഫൂസി ബിമുതാലഅതിഹി വഖിദ്മതിഹി. മതി നോക്കാം. ബിസ്മില്ലാഹ്. അതൊന്ന് ഓതിട്ട് പോകാം വേഗം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ. ബിസ്മില്ലാഹ്.